പരിശീലകൻ എബിൻ റോസ് ഒപ്പം ഫുട്ബോൾ കമന്റേറ്റർ അനലിസ്റ്റ് ജോസഫ് ജോർജ് രണ്ടുപേരും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം രണ്ടുപേർക്കും സ്വാഗതം ആശംസിക്കുന്നു പറയുന്നു. എബിൻ റോസിലേക്ക് ആദ്യം. എബിൻ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന സെമി ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് എത്തുകയാണ്. ഇനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രമാണ് ആ സെമി പോരാട്ടത്തിന് കിക്ക് ഓഫ് ആകാൻ. ഡാലസിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുന്നു. ലാമിൻ യമാൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്കല്ല പേടി, അവരാണ് ഭയക്കേണ്ടതെന്ന്. ഒരുപക്ഷെ സമീപകാല ഫോമിൻ്റെയും സമീപകാല മത്സരങ്ങളുടെയും കണക്ക് വെച്ചായിരിക്കും ആ 19 വയസ്സുകാരൻ്റെ ധീരമായിട്ടുള്ള പ്രഖ്യാപനം. ആ ഒരു പേടി ഉണ്ടാവുമോ ഫ്രാൻസിന്? തീർച്ചയായിട്ടും ഫ്രാൻസ് സ്പെയിനെ പേടിച്ചേ മതിയാവും. എസ്പെഷ്യലി ബോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റിക്കവറി ചെയ്ത് ബോൾ തിരിച്ചു പിടിക്കാൻ കാണിക്കുന്ന സ്പെയിന്റെ ആർജവം. തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ ഡിഫൻസിൽ കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എതിർ ടീമിന്റെ സ്ട്രെങ്ത് അതിനനുസരിച്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. മറുവശത്ത് നമുക്കറിയാം, എംബാപ്പെ, ഒലീസെ, ഡെംബാലെ അടക്കമുള്ള ഒരു കൂട്ടുകെട്ട്, റാബിയോട്ടും കോണയും തമ്മിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഫോർമേഷൻ. ആ ഫോർമേഷനിൽ തീർച്ചയായിട്ടും മധ്യനിരയില് ഒരു ചെറിയൊരു മേധാവിത്വം സ്പെയിൻ പിടിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസിന് ഭയക്കേണ്ടതുണ്ട്. ലമീൻ യമാൽ പറയുന്നതിൽ കാര്യമുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ലമീൻ യമാൽ തന്റെ സ്വതസിദ്ധമായ ഡ്രിബിളിംഗ് ശൈലിയിലോട്ട് വന്നു. നിക്കോ വില്യംസ് പരിക്ക് മാറി വന്നതിന്റെ ഒരു ലക്ഷണവും കാണുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഫ്രാൻസിന് അപകടം തന്നെയാണ്. പ്രത്യേകിച്ചും ബോൾ റിക്കവറി ടൈം 12 അല്ലെങ്കിൽ 15 സെക്കൻഡിനുള്ളിൽ ബോൾ തിരികെ പിടിക്കുന്ന സ്പെയിന്റെ ഒരു ശൈലി തീർച്ചയായിട്ടും ഫ്രാൻസ് ഭയപ്പെട്ടേ മതിയാവും. ജോസഫ്, ഈ നിക്കോ വില്യംസ് മടങ്ങിയെത്തിയാൽ എങ്ങനെയായിരിക്കും? അത് സാധ്യതയുണ്ടോ ടീമിൽ ആദ്യ ലെവലിൽ തന്നെ അവസരം നൽകാനുള്ള? എങ്ങനെയായിരിക്കും ഒരു ടീം ലൈനപ്പ് ആലോചിക്കേണ്ടത്? തീർച്ചയായും നിക്കോ വില്യംസ് പൂർണ്ണമായും ഫിറ്റ് ആണെങ്കിൽ അലക്സ് ബൈനയുടെ സ്ഥാനം പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അലക്സ് ബൈനയാണ് ലെഫ്റ്റ് വിംഗിൽ. നിക്കോ വില്യംസിന് പരിക്ക് പറ്റിയപ്പോഴാണ്, ആദ്യത്തെ മത്സരത്തിൽ പരിക്ക് പറ്റിയതിനു ശേഷമാണ് അലക്സ് ബൈനയ്ക്ക് ആ സ്ഥാനം കിട്ടിയത്. അതൊരു വീക്ക് ലിങ്ക് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്, അത് ശരി തന്നെ. പക്ഷെ നിക്കോ വില്യംസിനെ പോലെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന വിങ്ങുകളിൽ കൂടെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ പോകുന്ന ഒരു താരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് വിങ്ങുകളിലൂടെ ആക്രമണം വരുവാണെങ്കിൽ ലമീൻ യമാലും കുറച്ചുകൂടെ ഫ്രീ ആവും, അത്രയധികം സമ്മർദ്ദം ഉണ്ടാവില്ല. ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടും സ്പെയിന്. നിക്കോ വില്യംസ് എന്തുമാത്രം ഫിറ്റ് ആണെന്ന് അറിയില്ല. കഴിഞ്ഞ മത്സരം അവസാന മിനിറ്റുകളിൽ വന്നിരുന്നു. എന്നാൽ മിക്കേൽ മെറീനോ ഗോൾ അടിച്ചപ്പോൾ തൊട്ട് പിന്നാലെ നിക്കോ വില്യംസും ഉണ്ടായിരുന്നു. അത് അടിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു നിരാശ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കിത് ഗോൾ അടിച്ച് തിരിച്ച് സ്റ്റാർട്ടിംഗ് ലൈനിൽ സ്ഥാനം ഉറപ്പിക്കണം എന്നുള്ളൊരു വാശിയും അവിടെ കാണാം. റൈറ്റ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ സ്പെയിന്റെ ആക്രമണത്തിൽ കൂടുതൽ മൂർച്ച കൈവരും എന്നുള്ളത് സംശയമില്ല നിക്കോ വില്യംസ് മടങ്ങിയെത്തിയാൽ. അവിടെ ഒയർസബാലാണ് ഏറ്റവും മുന്നിലായി കളിക്കുന്നത്. 10ാമനായി ഡാനി ഓൾമോ തൊട്ടു പിന്നിലുണ്ട്. അപ്പോൾ എബിൻ, ഈ ഒയർസബാൽ ഒരുപക്ഷെ സെമി ഫൈനലിൽ സ്പെയിൻ കളിക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ആക്യുറസി ഉള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് സ്പാനിഷ് പരിശീലകൻ ആഗ്രഹിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയുമോ? ആക്യുറസി അല്ല, അദ്ദേഹത്തിന്റെ മൊബിലിറ്റി വളരെ മികച്ചതാണ്. സ്പാനിഷ് ഫുട്ബോളിൽ ഫിസിക്കലി അത്രത്തോളം അല്ലാത്ത ടോറസ് ഉണ്ട്, ഫെറാൻ ടോറസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓയർസബാലിന്റെ ആ ഒരു വേഗതയും ആ ബോൾ സെൻസും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്പർ 9 പൊസിഷനിൽ കളിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം എർലിംഗ് ഹാലൻഡിനെ പോലെയും ഇംഗ്ലണ്ടിലെ ഹാരി കെയ്നെ പോലെയുള്ള സ്ട്രൈക്കറുമാണ്. അപ്പൊ ഫിസിക്കലി ബെറ്റർ ആയ ഒരു കളിക്കാരനെ കൊതിക്കുന്നത് ഒരു കോച്ചിന്റെ, ഏതൊരു കോച്ചിന്റെ എന്നാലും ഏറ്റവും വലിയ, പ്രത്യേകിച്ച് സ്ട്രൈക്കിംഗ് കളിക്കുന്ന ലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ അത് ഏതൊരു കോച്ചിന്റെ സ്വപ്നം തന്നെയാണ്. പക്ഷെ ഓയർസബാൽ അതിനെയൊക്കെ മികച്ചു വെച്ചുകൊണ്ട് ഈ പറയുന്ന പോലെ ഡ്രിബിളിംഗ് മികവും പൊസഷനും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വേഗതയും കൊണ്ട് പലപ്പോഴും അദ്ദേഹം ആ ഒരു എന്താ പറയാ, ആ ഒരു നെഗറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു ഡിസഡ്വാൻറ്റേജ് മറികടക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്പെയിനിന്റെ ശൈലി നമുക്കറിയാം, ചെറിയ ചെറിയ പാസുകളിലൂടെ മുന്നേറി വിങ്ങുകളിലൂടെ ക്രോസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉയരക്കാരനായ സ്ട്രൈക്കർ ഉണ്ടായിരുന്ന കൊള്ളാമെങ്കിൽ പോലും ഓയർസബാലും ഡാനിയൽ ഓൾമോയും അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ്. ഒപ്പം തന്നെ ഫെറാൻ ടോറസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വരുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ അതൊരു വലിയൊരു വിഷയമായിട്ടല്ല. ഒരു ഗെയിം ശൈലി, ഓരോ രാജ്യത്തിനും ഗെയിം ശൈലിയുണ്ട്. ആ ഗെയിം ശൈലിക്ക് അനുസരിച്ചുള്ള കളിക്കാരൻ തന്നെയാണ് ഓയർസബാൽ. റൈറ്റ്. ജോസഫ്, ഈ ഫ്രാൻസിന്റെയും സ്പെയിന്റെയും ആരാധകര്, അവർ ഒരു നല്ലൊരു ആരാധക വൃന്ദമാണ്. നമ്മൾ വർഷങ്ങളായി അവരെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ഇന്ന് ഡാലസിൽ ആ മത്സരം നടക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് അത് ഏതെങ്കിലും തരത്തിൽ ഫ്രാൻസിനോ സ്പെയിനോ ഏതെങ്കിലും ടീമിന് അവകാശപ്പെടാനുണ്ടോ?
തോന്നുന്നു വിലയിരുത്തലുകളെല്ലാം അത് ഫ്രാൻസിനാണ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്. കാരണം അവരുടെ ആക്രമണം നല്ല വൈവിധ്യമാർന്ന ആക്രമണമാണ്. അവർക്ക് പന്ത് കിട്ടിയാലും സ്പേസ് കിട്ടിയാലും രണ്ടും സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് പല രീതിയിൽ ആക്രമിക്കാൻ പറ്റും. അത് സെൻട്രൽ ഏരിയാസിൽ കൂടെ ഇനി എംബാപ്പയും ഡെമ്പലയും നേരെ കയറും. അത് മാത്രവുമല്ല വിങ്ങുകളിൽ കൂടെ ആക്രമണം വരാം. ബാർക്കോള അല്ലെങ്കിൽ ഡുവ ആര് സ്റ്റാർട്ട് ചെയ്താലും. അതുപോലെ ഒലിസയുടെ ആക്രമണം. ഒലിസ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ബോക്സിലേക്ക് നൽകുന്ന പന്തുകൾ അളന്നു മുറിച്ച ഡിഫൻസിനെയൊക്കെ കീറി മുറിച്ച് നൽകുന്ന പന്തുകളാണ്. അതിലൊരു ഫിനിഷിംഗ് ടച്ച് നൽകേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ പ്ലേയിലും കൗണ്ടർ അറ്റാക്കിലും രണ്ടും ഒരുപോലെ മികച്ചു നിൽക്കുന്ന ഒരു ടീമാണ് ഫ്രാൻസ്. അപ്പം ആകെ മിഡ്ഫീൽഡിലാണ് അവർക്കൊരു വീക്ക്നെസ്. അതാണ് സ്പെയിന്റെ സ്ട്രെങ്തും. അപ്പോൾ പന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫ്രാൻസിന് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എന്തുമാത്രം റോഡ്രിയും കൂട്ടരും വിജയകരമായി നിർവഹിക്കുന്നു, അവിടെയാണ് സ്പെയിന് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഫ്രാൻസിന് തന്നെയാണ്. എബിൻ, ഇപ്പോൾ ജോസഫ് പറഞ്ഞ പോലെ ആ റോഡ്രിയുടെ ഒരു സാന്നിധ്യം അത് ഗംഭീരമാണ്. അതൊരു വല്ലാത്ത ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂണിഫോം ജേഴ്സി പോലും ധരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്കൊരു ഇങ്ങനെ കേട്ടിരുന്നു. അതായത് ഈ ടീം ജയിക്കുകയാണെങ്കിൽ ഒരു അവസാന മത്സരത്തിൽ മുഴുവൻ ടീമംഗങ്ങളും റോഡ്രിയെ പോലെ ടക്കിൻ ചെയ്ത് കളിക്കുമെന്നൊക്കെ. അപ്പോൾ എന്താണെങ്കിലും റോഡ്രി ഈസ് ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മിഡ്ഫീൽഡിലെ സുപ്രീമസി അത് സ്പെയിനിന്റെ ഒരു പ്ലസ് പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കണ്ട സ്പെയിനിന് അഡ്വാൻറ്റേജ് നൽകുന്നത് സെൻട്രലി ആ ഒരു മിഡ്ഫീൽഡ് ഏരിയ തന്നെയാണ്. എസ്പെഷ്യലി ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്ന ആധുനിക ഫുട്ബോളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോളാണ്. ആ റോള് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുന്ന റോഡ്രി എക്സ്പീരിയൻസ് കൊണ്ടും കളിമികവ് കൊണ്ടും നമ്മുടെ ഇനി അറിയാലോ ബാലൻഡിയറോടക്കം വാങ്ങിച്ച ഒരു കളിക്കാരനാണ്. അത് ആ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്പെയിനിന് ഇപ്പൊ നമ്മുടെ കണക്കുകളിലും സമീപത്തെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഒരു ഫ്രാൻസിന് മേധാവിത്വം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖല തീർച്ചയായിട്ടും അതായത് സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്യുക മാത്രമല്ല ആക്രമണത്തിന് തുടക്കമിടുക പോലെ ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന പണ്ട് നമ്മള് ബോക്സ് ടു ബോക്സ് അറ്റാക്കേഴ്സ് മിഡ്ഫീൽഡേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും അതായത് എതിരാളികളുടെ മുനയടിക്കുന്നതിനോടൊപ്പം ആക്രമണത്തിന് തുടക്കമിടുന്ന റോഡ്രിയെ പോലുള്ള കളിക്കാർ ഇന്നത്തെ ഫുട്ബോളിൽ ആധുനിക ഫുട്ബോളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ആണ്. ആ ഒരു മേഖലയിലാണ് ഇപ്പൊ റാബിയോട്ടും മാനോക്കോനയും ഒപ്പം തന്നെ ഒലീസയെ പോലെ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മേഖലയില് ഇദ്ദേഹം ജയിക്കാൻ അതിനോലെ തന്നെ ബ്രയൻ റൂയിസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കളിക്കാര് അവിടെ മേധാവിത്വം ആധിപത്യം സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാൻസ് വേർക്കും എന്നുള്ളതിൽ ഏതൊരു സംശയമില്ല. അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മത്സരത്തിന്റെ ഏറ്റവും ഏറ്റവും എഫക്റ്റീവായ ഒരു പ്ലെയർ റോഡ്രി ആയിരിക്കും. അത് സ്പെയിനിന് ഏറെ മുന്നോട്ട് പോകാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.